എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ അമർ അക്ബർ ആൻ്റണിക്ക് ശേഷം പൃഥ്വിരാജ് കോമഡിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത സിനിമയാണെന്ന് കേട്ടറിഞ്ഞാണ് ഇത് കാണാൻ പോയത്. കേട്ടതൊക്കെ ഏകദേശം ശരിയുമായിരുന്നു. ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് വിപിൻ ദാസാണ്. തിരക്കഥ ദീപു പ്രദീപിൻ്റെയും. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, രേഖ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ഇത് രണ്ട് അളിയന്മാരുടെ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര യുദ്ധത്തിൻ്റെയും ഒരു കഥയാണെന്ന് പറയേണ്ടി വരും. ദുബായിൽ ജോലി ചെയ്യുന്ന വിനു കഴിഞ്ഞ 5 വർഷമായി പ്രണയ നൈരാശ്യത്തിൽ തകർന്നു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് അയാൾക്ക് കരകയറാൻ സാധിച്ചത് അഞ്ജലിയുടെ കല്യാണാലോചന വന്നതോടുകൂടിയാണ്. അഞ്ജലിയുടെ സഹോദരൻ ആനന്ദ് വിനുവിൻ്റെ സഹോദരനും മെൻറ്ററും ക്ലോസ് ഫ്രണ്ടും ഒക്കെ ആയിട്ട് അങ്ങ് മാറി. അതോടെ വിനുവിൻ്റെ ആളാകെ മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി അദ്ദേഹം കല്യാണം കഴിക്കാനായിട്ട് നാട്ടിൽ വരുമ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ ആനന്ദിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി വിനു മാറുകയും കല്യാണാലോചന പ്രതിസന്ധിയിലാകുകയും ചെയ്യുന്നു. തുടർന്നു വരുന്ന സംഭവ വികാസങ്ങളാണ് കോമഡിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ പകുതി അതിഗംഭീരമായി മുന്നേറുന്നുണ്ട്. ജഗദീഷ്, ബൈജു, രേഖ, അഖിൽ, PP കുഞ്ഞികൃഷ്ണൻ എന്നിവരുടെ പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടറായിട്ടും പിന്നീട് പക്ഷിശാസ്ത്രക്കാരനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ജോമോൻ ജ്യോതിറിൻ്റെ റോളുമൊക്കെ വളരെ നന്നായിരുന്നു. പൃഥ്വിയുടെയും ബേസിലിൻ്റെയും കോമ്പിനേഷൻ സീനുകളൊക്കെ വളരെ നന്നായിരുന്നു. എന്നാൽ തുടക്കത്തിലെ 1-2 സീനുകൾ അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ അതേപോലെ തന്നെ ബേസിൽ വളരെ നന്നായിരുന്നു. ബിനുവിൻ്റെ അനിയനായിട്ട് വന്ന സാഫ്, സുഹൃത്തായിട്ട് വന്ന സിജു, ഇവരൊക്കെ അവരവരുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനിയും അനവധി അവസരങ്ങൾ ഇവരെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗുരുവായൂർ അമ്പലം സെറ്റിട്ട സുനിലിൻ്റെ അധ്വാനത്തെ വളരെയധികം പ്രശംസിക്കേണ്ടതുണ്ട്. ഇതിലെ ഒരു 80% കോമഡിയും എനിക്ക് വർക്കായിട്ടുണ്ട്. ചിലതൊക്കെ ആയിട്ടുമില്ല. അതൊരു വലിയ കാര്യമൊന്നുമില്ല. ആസ്വാദനം വ്യക്തിപരമാണ്. എല്ലാവരെയും എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആർക്കും സിനിമ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഘടകം അശ്വതി ജയകുമാറിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ്. ഇതിൽ പൃഥ്വിരാജിൻ്റെ ഷർട്ടുകൾ, അതേപോലെ പാട്ടുരംഗങ്ങളിൽ അനശ്വരയും നിഖിലയും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകൾ, പാട്ടുരംഗങ്ങളിൽ തന്നെയുള്ള മറ്റുള്ളവരുടെ ജഗദീഷ്, രേഖ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുടെ ഡ്രസ്സുകൾ, ക്ലൈമാക്സ് രംഗത്തിലെ ഈ അണിയൻ്റെയും കൂട്ടുകാരുടെയും ഡ്രസ്സുകൾ, ഇതൊക്കെ വളരെയധികം നന്നായിരുന്നു. ക്ലൈമാക്സ് രംഗത്തിലെ നന്ദനം റെഫറൻസ് തീരെ ഇഷ്ടമായിട്ടില്ല. നന്ദനം ഒരു വികാരമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നൊരു സിനിമ ആയതുകൊണ്ടാവാം അതിനെ ഒരു കോമഡിയാക്കി അതിൽ ചില റെഫറൻസുകൾ കോമഡിയായിട്ട് ഉപയോഗിക്കണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഓവറോൾ ഇതൊരു പൈസ വസൂൽ സിനിമ തന്നെയാണ്. കുറേയധികം ചിരിക്കാം. എല്ലാവരും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ആയിട്ട് കൂടെ പോയി കാണുക. അമ്മമാരെയൊക്കെ കൂടെ കൊണ്ടുപോയി കാണുക. ഒരുപാട് നാൾക്ക് ശേഷം ഒരു കുടുംബചിത്രം എന്ന രീതിയിൽ വന്നൊരു സിനിമയാണല്ലോ. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് പിന്നീട് വരാം. ദയവായി റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.